റോമാലേഖനം 11-ാം അധ്യായം 15-ാമത്തെ വാക്യം. റോമൻസ് ചാപ്റ്റർ 11 വേഴ്സ് 15. റോമൻസ് 11:15. ரோமர் 11வது அதிகாரம் அதனுடைய 15வது வசனம் വായിക്കാം. തള്ളിവിടുവതിൽ അവരുടെ ഭ്രംശം തള്ളിവിടുതൽ ഉലകത്തെ ഒപ്പുരവാക്കുതലായിരിക്ക ഉലകത്തിൽ ഒത്തരുതരായി. അടുത്തത് അവരെ അംഗീകരിച്ചു കൊള്ളുതൽ. ഇസ്രായേലിനെ ലോകം അംഗീകരിച്ചത് എണ്ണമായിരത് എന്താ കാര്യം? ഇന്ന് രാത്രി മരിത്തോരിലിരുന്ന് ജീവൻ ഉണ്ടാനത് പോലെ ഇരിക്കുമല്ലവോ. മരിച്ചവർ ഉയർക്കുവാൻ കാലമായി. യേശു എപ്പോൾ വരും? അതിന്റെ തെളിവായി ഇന്ന് രാത്രി ആരംഭിക്കുന്നത്. യേശു എപ്പോது வருவார் என்கிற காரியத்தை இன்றைக்கு ஆரம்பிக்க போகிறோம். ഇസ്രായേലിന്റെ ഭ്രംശം. ഒരിക്കൽ കൂടി പാസ്റ്റർ, വൺ മോർ ടൈം. ഇസ്രായേലിന്റെ ഭ്രംശം, ഇസ്രായേലിനുடைய அந்த திரும்பி ഭ്രംശം, ചിതറക്കം, ഇസ്രായേൽ சிதறடிக்கப்படுதல். അവർ തിരിച്ചു മടങ്ങി വരുന്നത്, അവர்கள் திரும்பி வருகிறது എന്തിനു വേണ്ടി? എதற்காக? മരിച്ചവർ ഉയർക്കാറായി. മരിച്ചവர்கள் ഉയിരോடு எழும்பப்பட போகிறார்கள். കണ്ണുകളും ഒരു നിമിഷം ദൈവസന്നിധിയിൽ അടയ്ക്കാം. എല്ലാവരും ഒരു നിമിഷം കണ്ണുകളെ മൂടலாம். ഉയർത്തെഴുന്നേറ്റ് വന്ന യേശുവിന്റെ തിരുസാന്നിധ്യം ഇന്ന് രാത്രി ഇതിന്റെ നടുവിലുണ്ട്. ഉയർത്തെഴുന്ന യേശുവിന്റെ പ്രസന്നം ഇന്നത്തെ ഇരവിലെ ഇതിന്റെ മധ്യയിലുണ്ട്. യേശുവിന്റെ സാന്നിധ്യമുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇന്നേക്ക് ദൈവ പ്രസന്നത്തെ അനുഭവിക്കുന്ന ദൈവ പിള്ളകൾ കർത്തരെ തുതിച്ചു കൊണ്ടിരിക്കുക. നിയമത്തിന്റെ പെട്ടകവുമായി ദൂതസഞ്ചയവുമായി ഈ കൺവെൻഷനിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വന്നിട്ടുണ്ട്. ആമേൻ. ഇങ്ങ ഒരു പെരിയ ആമേൻ ക്രിയകളെ നടപ്പിക്കുമ്പടിയായി നമ്മുടെ ആണ്ടവർ നമ്മുടെ മധ്യയിൽ കടന്നു വന്നിരിக்கிறார். കൊയ്ത്ത് കാലത്ത് യോർദാൻ തീരമെല്ലാം കവിയും. ആമേൻ. അറുവടை നാட்களில் യോർദാൻ കரை പുരണ്ടോടും. മോശയ്ക്ക് ശേഷം ദൈവം ഒരുവനെ വിളിച്ചു. മോശയ്ക്ക് പിമ്പ് കർത്തർ ഒരുവനെ അழைத்தார். യോശുവാവേ പാളയത്തിൽ ഇസ്രായേൽ ജനത്തോട് വചനം പറഞ്ഞു. പാളയത്തിൽ ഇസ്രായേൽ ജനങ്ങളോട് വചനത്തെ ചൊല്ലുമ്പോൾ യോർദാൻ മരണനദിയാ. യോർദാൻ അവൻ മരണத்துக்கு ഏതുവാன നദി. എന്നാൽ യോശുവ പറയുന്നു, യോശുവ ചൊല്ലുகிறார், നാളെ യഹോവ ഞങ്ങളുടെ ഇടയിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കും. നാളേക്ക് കർത്തർ നമ്മുടെ മധ്യയിൽ ഒരു അത്ഭുതങ്ങളെ ചെയ്യും. ഇന്ന് രാത്രി ഒരു ഭാരത്തോടെ വന്നിരിക്കുന്ന കുഞ്ഞ്, ഇന്നേക്ക് ഭാരത്തോട് കടന്നു വന്നിരിക്കുന്ന ദേവ പ്രയാസത്തോടെ ഇരിക്കുന്ന അപ്പച്ച അമ്മച്ചി, മനവ്യാകുലത്തോടെ ഇരിക്കുന്ന തായേ തകപ്പനെ, ഇന്ന് രാത്രി പറഞ്ഞ യഹോവ എനിക്ക് വേണ്ടി നാളെ ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഇന്നേക്ക് ഇരവിലെ വിശ്വാസത്തോടെ ചൊല്ലുങ്ക, നാളേക്ക് കർത്തർ എനിക്കായി ഒരു അത്ഭുതം ചെയ്യും. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യത്തിന്റെ പൂർണ്ണത. വിശ്വാസമാനത് നമ്പപ്പെടുகிறவர்களின் உறுதியும் കാണപ്പെടാதவைகளின் நிச்சயமா இருக்கிறது. പ്രഥമ കൺവെൻഷൻ കൂട്ടങ്ങളുടെ രാത്രി പറഞ്ഞ യേശു എനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്യും. ആമേൻ. இந்த முக்கியமான கன்வென்ஷன் கூட்டத்தில் நீங்கள் வாய் திறந்து சொல்ல வேண்டும், கர்த்தர் எனக்கு ஒரு அற்புதத்தை செய்வார். എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? സംഭവിച്ചത് என்ன என்று தெரியுமா? നിയമത്തിന്റെ പെട്ടകവുമായി, ആമേൻ, ഉടമ്പടിക്കை പെട്ടിയോട് പുരോഹിതന്മാർ, ആമേൻ, ആശാരിയர்கள் എവിടെ യോർദാന്റെ കലക്കവെള്ളത്തിന്റെ അവിടേക്ക് കാല് വെക്കുന്നു. യോർദാൻ കரை പുരണ്ട് ഓടുമ്പോൾ അതിലെ കാലുകളെ வைத்தபோது, പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, യോർദാന് രണ്ട് പ്രത്യേകതയുണ്ട്. ആമേൻ. ദൈവ പിള്ളകളെ, യോർദാനുக்கு രണ്ട് തന്മകൾ ഉണ്ട്. ആരാ വെള്ളത്തിൽ വീണാലും മരണനദി മരിച്ചു വീഴും. யார் அந்த தண்ணீர்ல விழுந்தாலும் அது மரண நதி அது கொண்டு போகும். തീർന്നില്ല, അവന്റെ കാല് അതിനകത്ത് പൊതഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എഴുന്നേൽക്കാൻ കഴിയത്തില്ല. അവരുടെ കാലുകൾ അതിൽ പതിந்து വിട്ടാൽ അവനക്ക് അതിലിருந்து എഴുമ്പി വരുவது കൂടാതെ കാര്യം. ആഴി എന്തെന്നറിയാതെ, ആഴം എന്തെന്നറിയാതെ ഒരു കൂട്ടം പുരോഹിതന്മാർ നിയമത്തിന്റെ പെട്ടകവുമായി നടക്കുവാൻ തുടങ്ങി. ஆனால் ஆழம் என்ன என்றே தெரியாதபடி ஒரு கூட்டம் ஆசாரியர்கள் தேவ பெட்டியோடு நடக்க ஆரம்பித்தார்கள். രാത്രി അത്ഭുതത്തിന്റെ ദൈവം മരിച്ചിട്ടില്ല. இன்றைக்கு அற்புதங்களை செய்கிற தேவன் மரிக்கவில்லை. യോശുവയുടെ വാക്കിന് മുൻപിൽ, யோசுவாவுடைய வார்த்தைக்கு முன்னால், ദൈവത്തിന്റെ വചനത്തിന് മുൻപിൽ, தேவனுடைய வார்த்தைக்கு முன்னால் അവർ യോർദാന്റെ കലക്കവെള്ളത്തിന് മുൻപിൽ കാൽ വെച്ചപ്പോൾ, கலங்கி போகிற யோர்தானுடைய தண்ணீரில கால் வைத்தபோது, സ്വർഗ്ഗത്തിലെ ദൈവം ഈജിപ്തിലെ അരാബായിൽ ഉപ്പുവെള്ളത്തെ തടഞ്ഞു നിർത്തി. ആമേൻ. പരലോകത്തിൻ ദേവൻ എகிப்திലെ അരാബാവിലെ ഉപ്പ് തണ്ണീരെ തടை ചെയ്താർ. തന്റെ ജനത്തെ മറുകര കടത്തിയെങ്കിൽ, തന്റെ ജനത്തെ മറുകരപ്പെടുത്തിനാർ என்றார். രാത്രി വെള്ളിയാഴ്ച ഏതെങ്കിലും ഒരു ഭാരവുമായി, ആമേൻ, ഇന്നേക്ക് രാത്രിയിലെ ഏതാவது ഒരു ഭാരത്തോട് ഗിലെയാദ് ഗ്രൗണ്ടിനകത്ത് നീ വന്നിട്ടുണ്ടെങ്കിൽ, ഗിലെയാദ് മൈതാനത്തുക്കുള്ള നീ വന്നിരുപ്പാ കാൽ വച്ചപ്പോൾ തന്നെ വിശ്വാസത്തോടെ പറയണം, ഇന്ന് രാത്രി പ്രവർത്തിക്കുവാൻ കരുത്തുറ്റ ഒരു ദൈവം എനിക്ക് വേണ്ടി ഇന്ന് രാത്രി ഇതിനകത്ത് ഇറങ്ങി വരിക. നീ വിശ്വാസത്തോടെ ചൊല്ല ആരംഭി, ഞാൻ இந்த இடத்தில் കാൽ வைத்து போதே கர்த்தர் எனக்காய் கிரியை செய்ய ஆரம்பித்திருக்கிறார். നീ വന്നതല്ല, ദൈവം നിന്നെ കൊണ്ടുവന്നതാ. ഇന്നേക്ക് ഇരവിലെ നീ വന്നതല്ല, കർത്തർ ഉന്നെ കൊണ്ടുവന്നിരിക്കുകയാണ്. ദൈവം നിന്നെ കൊണ്ടുവന്നെങ്കിൽ സഹോദര സഹോദരി, ദൈവത്തിന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ സർവശക്തന് കഴിയും. ആമേൻ. ദേവനെ, ദേവ പിള്ളയെ, ദേവൻ ഉന്നെ കൊണ്ടുവന്നാർ എന്ന് சொன்னால் എല്ലാ നോക്കങ്ങളെ അവരാൽ നിറവേറ്റാൻ കഴിയും. ഈ വർഷം തുടങ്ങി നീ പരാജയത്തിന്റെ കെട്ടുകളിൽ അകപ്പെട്ടിരിക്കാം. ഒരുവേള இந்த வருஷத்தின் ആരംഭത്തിൽ എന്റെ തോൽവിயின் കെട്ടുകൾക്കുള്ളിൽ ഇരിക്കണം. രാത്രി വിശ്വാസത്തോടെ പറഞ്ഞ അവസാന മിനിറ്റുകളിലും എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. ഇരവിലെ വിശ്വാസത്തോടെ ചൊല്ലി, കടേശി നിമിടത്തിലെയും കർത്തർ എനിക്കായി അത്ഭുതം
அற்புதம் செய்வார். ഈ കോവിഡ് കാലത്ത് ഗ്രൗണ്ടിൽ കാല് വെക്കാൻ കൃപ തന്നത് ദൈവത്തിന്റെ കൃപയെങ്കിൽ ആ മഹാദൈവം എനിക്ക് വേണ്ടി വഴി തുറക്കുക. கோவிட் நாட்கள்ல ஆமென் எல்லாவற்றையும் தாண்டி வர கிருபை தந்தார் என்று சொன்னால் இனியும் கர்த்தர் எனக்கு கிருபை தருவார். വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് രാത്രി അത്യന്ത ശക്തി വ്യാപരിക്കട്ടെ. விசுவாசிக்கிற தேவ பிள்ளைகள் மேல் அந்த அளவற்ற வல்லமை வெளிப்படுகிறது. രാത്രി യോർദാന്റെ മരണനദിയെ മാറ്റുവാൻ യോശുവയുടെ പിൻപിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ഗിലെയാദ് കൺവെൻഷനകത്ത് എന്റെ കുടുംബത്തിന് എന്റെ കുഞ്ഞിന് വേണ്ടി വിശ്വാസത്തിന്റെ കരം ചലിക്കുമെന്ന് ഇന്ന് രാത്രി ഹല്ലേലൂയ അകത്തളം ചലിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുക. ஆமென். மரண நதியை ஆமென் மாற்றி போடும்படி கர்த்தருடைய கரம் கிரியை செய்தது என்று சொன்னால் இன்றைக்கு இதற்குள்ள வந்திருக்கிற தேவ பிள்ளைகளுக்காய் கிரியை செய்யும்படி கர்த்தருடைய அசைகிற கரம் வெளிப்படுகிறது. കണ്ണുകൾ മടയട്ടെ. எல்லாரும் கண்களை மூடி கர்த்தரை റോമാലേഖനം 6-ാമത്തെ പുസ്തകം പുതിയ നിയമത്തിൽ ரோமர் நிருபம் 6வது அதிகாரம் புதிய ஏற்பாட்டில் 57 ഇത് എഴുതി. கிபி 57 எழுதப்பட்டது. 416 വാക്യങ്ങളിൽ 433 വാക്യം ഇതിനകത്ത്. இதுக்குள்ள 433 வசனங்கள். 16 അധ്യായങ്ങൾ ഇതിനകത്ത്. 16 அதிகாரங்கள். കുഞ്ഞുങ്ങൾ വായിച്ചത് 11-ാമത്തെ അധ്യായം. பிள்ளைகள் வாசித்தது 11வது அதிகாரம். കറക്റ്റ് ടൈം കീപ്പ് ചെയ്ത് കറക്റ്റ് ഞാൻ നോട്ട് ചെയ്തേ പോകത്തുള്ളൂ. ஆமென். சரியாய் நேரத்தை நான் குறித்து தான் போவேன். അധ്യായം 8, 9, 10, 11. ஆமென். அதிகாரம் 8, 9, 10, 11. 8-ാം അധ്യായം. 8வது அதிகாரம். ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് கிறிஸ்துவின் அன்பிலிருந்து എന്നെ ആർ വേർപിരിക്കും? என்னை வேறுபரிப்பவன் யார்? കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ ഉപദ്രവമോ വാളോ. கஷ்டமோ பட்டினியோ நிர்வாணமோ உபத்திரவமோ எது வந்தாலும். 9-ാമത്തെ അധ്യായം. 9வது அதிகாரத்தில் യഹൂദന്റെ മക്കൾ ചിതറും. ஆமென். யூதர்கள் சிதறடிக்கப்படுவார்கள். അത് കഴിഞ്ഞ് 10-ാമത്തെ അധ്യായം. 10வது அதிகாரம். രക്ഷയ്ക്ക് വേണ്ടി എവിടെ പോകണം? ரட்சிப்புக்காக எங்கே போக வேண்டும்? വേളാങ്കണ്ണി പോണോ? வேளாங்கண்ணிக்கு போக வேண்டுமா? കുരിശുമലയിൽ പോണോ? அல்ல குருசுமலைக்கா? വത്തിക്കാനിൽ പോണോ? அல்லது வட்டிக்கானுக்கு போக வேண்டுமா? രക്ഷാ സന്ദേശം എന്തുവാ? ரட்சிப்பு என்றால் என்ன? എന്താ ദൈവജനം കേൾക്കണം? தேவ பிள்ளைகள் கேட்க வேண்டும். എന്താ രക്ഷ? ரட்சிப்பு என்றால் என்ன? ക്രിസ്തു മരിച്ചവരിൽ கிறிஸ்து மரித்தவரில் ആദ്യ ബലക്കയറ്റയായി ഉയർത്തെഴുന്നേറ്റെന്ന് முதற் பலனாய் எழும்பினார் என்று சொல்லி ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും இருதயத்தினால விசுவாசித்து വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ അവന്റെ പേര് രക്ഷിക്കപ്പെട്ടവൻ. வாயினால் அறிக்கை பண்ணுவான் என்று சொன்னால் அவன் தான் ரட்சிக்கப்பட்டவன். 11-ാം അധ്യായം. 11வது அதிகாரம். രക്ഷിക്കപ്പെട്ടവന് ரட்சிக்கப்பட்டவனை ഈ കാറ്റിനകത്തും இந்த காற்றுக்குள்ளேயும் സുനാമിക്കകത്തും കോവിഡിനകത്തും കർത്താവ് വിടുമോ? அவன் இந்த சுனாமிக்குள்ளேயும் கோவிடுக்குள்ளேயும் கர்த்தர் அனுமதிப்பாரோ? അവനെ എതിരേൽക്കുവാൻ സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇറങ്ങി വരും. அவனை வரவேற்கும்படி பரலோகத்திலிருந்து அவருடைய நகரம் இறங்கி வருகிறது. ഞാൻ വായിച്ചത്, அதை தான் வாசித்தோம். യേശു എപ്പോൾ വരും? இயேசு எப்போது வருவார்? That means our subject in Gilead Convention 2021. ஆமென். 2021 கிலியாத் கன்வென்ஷனில் உள்ள நம்முடைய தலைப்பு അതാണ് പറഞ്ഞത്, അവരുടെ ഭ്രംശം. ஆமென். அவருடைய சிதறடிக்கப்படுதல். The casting of Israel. இஸ்ரவேல் சிதறடிக்கப்படுகிறது. The authorization of Israel. இஸ்ரவேல் அங்கீகரிக்கப்படுகிறது. That means the rapture, സഭയുടെ ഉൽപ്രാവണം. ஆமென். அதனுடைய அர்த்தம் சபை எடுத்துக்கொள்ளப்பட போகிறது. ഉള്ളവരെല്ലാം ഈ വാക്യങ്ങൾ നോട്ട് ചെയ്യണം. ஆமென். வேதம் இருக்கிறவர்கள் எல்லாரும் இதை ஆமென் குறிப்பெழுத வேண்டும். അവസാന രാത്രി ഞാൻ ഇത് ചോദിച്ചിട്ടേ പോകത്തുള്ളൂ. கடைசி நாள் ராத்திரியில இதெல்லாம் நான் கேள்வி கேட்க போகிறேன். എന്റെ കയ്യിൽ ഡോളർ ഉണ്ട്. ഇപ്രാവശ്യം ഇത് കറക്റ്റ് വാക്യം പറയുന്നവർക്ക് ഡോളർ കൊടുത്തിട്ടേ പോകത്തുള്ളൂ. என்னுடைய கையில டாலர் இருக்கிறது. சரியாக பதில் சொல்கிறவர்களுக்கு டாலர் கொடுத்து விட்டு போக போகிறேன். ലാസ്റ്റ് ക്വിസ് കോമ്പറ്റീഷൻ നടത്തിയിട്ടേ പോകത്തുള്ളൂ പാസ്റ്റർ. கடைசி நாளில குயிஸ் காம்படிஷன் நடத்த போகிறேன். ഡോളർ പ്രതിഫലം. ஆமென். அதனுடைய பரிசு டாலர். റോമാ ലേഖനം 11:15. ஆமென். ரோமர் நிருபம் 11 அதனுடைய 15. ലോകത്തിന്റെ നിരപ്പിന് ഹേതുവായെങ്കിൽ, ஆமென், அவர்களுடைய தள்ளிவிடுதல் உலகத்தின் ஒப்புரவாகத்துக்கு ஏதுவானால், ഇസ്രായേലിനെ അംഗീകരിച്ചത്, இஸ்ரவேலை அங்கீகரித்தது, മരിച്ചവർ ഉയർക്കാറായി. மரித்தவர்கள் உயிர்த்தெழும்ப போகிறார்கள். ഇന്ത്യൻ പാർലമെന്റിൽ ഇസ്രായേൽ, இந்தியா பாராளுமன்றத்தில் இஸ்ரவேல், സുപ്രീം കോടതിയിൽ ഇസ്രായേൽ, ஆமென், உச்ச நீதிமன்றத்தில் இஸ்ரவேல். എന്താ കാര്യം? காரியம் என்ன? ഇന്ത്യയുടെ സകലതും അവൻ ചോർത്തി. இந்தியாவுடைய எல்லாவற்றையும் அவன் எடுத்து விட்டான். പെഗാസസ് കൈ ഉയർത്തിയിട്ട് അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടോ? പെഗാസസ് സോഫ്റ്റ്വെയർ അങ്ങനെ കേട്ട ആരെങ്കിലും ഉണ്ടോ? பெகாசஸ் சாஃப்ட்வேர் என்று சொல்லி கேள்விப்பட்டவர்கள் யாராவது இருக்கிறீங்களா? ആരും കണ്ടില്ല. തമിഴ്നാട്ടുകാരും കണ്ടില്ല. ഇന്ത്യക്കാരുടെ കാര്യം മൊത്തം ഇസ്രായേലിന്റെ സാറ്റലൈറ്റ് മോഡി സാറും പിന്നെ നമ്മുടെ അമിത്ഷായും കൂടെ പണം കൊടുത്ത് എല്ലാവരെയും ഊറ്റിയില്ലയോ? സ്വോത്രം. அவன் யாரும் கேள்விப்படவில்லை. இந்தியாவுடைய எல்லா அவன் காரியங்களையும் ரகசியங்களையும் அவன் அமித்ஷா அவனுடைய அமைச்சகத்தின் கீழாக அவர்கள் வாங்கி இருக்கிறார்கள். എല്ലാം വാങ്ങി. പെഗാസസ്, பெகாசஸ் என்று சொல்லக்கூடியது. അത് മാത്രം മതി കർത്താവ് ഈ തലമുറയിൽ വരാൻ പോകുന്നു. ஆமென். அது மட்டும் வைத்தே சொல்ல முடியும். இந்த தலைமுறையில கர்த்தர் வர போகிறார். ആരാണ് ഇസ്രായേൽ? யார் இந்த இஸ்ரவேல்? പഠിച്ചോണ്ട് ഇതിനകത്ത് ഇറങ്ങാവൂ. அவன் படித்து கொண்டுதான் இங்க இருந்து நீங்க போக வேண்டும். നാളെ ഇതിന്റെ കണ്ടിന്യൂസ് ഇസ്രായേലും ഗാസയുമാ. ஆமென். நாளைக்கு இதை தொடர்ந்து இஸ்ரவேல் காசா என்பதை பற்றி 6000 കൊല്ലങ്ങൾക്ക് ആദ്യ കുടുംബത്തെ സ്വർഗ്ഗം ജനിപ്പിച്ചു.
6000 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യത്തെ കുടുംബം. 6000 வருஷத்துக்கு முன்னால முதல் குடும்பத்தை கர்த்தர் உருவாக்கினார். എത്യോപ്യയിൽ നിന്ന് സ്വർഗ്ഗത്തിലെ ദൈവം ആദമിനെ ഹവ്വയെ ഉരുവാക്കി ഏദനിൽ കൊണ്ടുവന്നു. ஆமென். எத்தியோப்பியாவிலிருந்து ஆமென் ஆதாமை ஏவாளை உருவாக்கி ஏதேனில் கொண்டு வந்தார். കറക്റ്റ് വചനം കേട്ടോണം. ஆமென். சரியாய் வசனத்தை கேட்க வேண்டும். 1000 വർഷം കൊടുത്തു. 1000 ஆண்டுகள் கொடுத்தார். പാപം ചെയ്ത കുടുംബ തേജസ് നഷ്ടപ്പെട്ടു. பாவம் செய்து ஆமென் தேவ மகிமை அற்றவர்களாகி തോട്ടത്തിൽ നിന്ന് പുറത്തായി. தோட்டத்திலிருந்து வெளியேற்றப்பட்டு 1000 പോയി. ஆமென். அப்படி 1000 போனது. 35 വരുമ്പോൾ ஆமென். ஆதியாகமம் 5 வரும்போது മെഥുശലേഖ് എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവൻ, ஆமென், மெத்துசலா என்று சொல்லக்கூடிய ஒருவன், ഹാനോക്കിന്റെ കൊച്ചുമകൻ 969 സംവത്സരം കൊണ്ട് കല്ലറയിൽ തീർന്നു. ஆமென், ஏனோக்கினுடைய பேரன் 969 ஆண்டுகள் வாழ்ந்து அவனும் கல்லறையில் மரித்தான். തീർന്നില്ല. அதோடு முடியவில்லை. അതിനുശേഷം ആരായി? அதற்கு பின்பு யார்? മെഥുശലേഖിന്റെ സന്തതിയിൽ ഒരുവൻ ലഭിച്ചു, ലാമേക്ക്. மெத்துசலாவுடைய சந்ததியில ஒருவன் பிறந்தான். அவனுடைய பேர் லாமேக்கு. ലാമേക്കിന്റെ സന്തതിയായി നോഹ. லாமேக்கினுடைய மகனாக நோவா. നാളെ രാവിലെ തൊട്ടുവെക്കും. நாளைக்கு காலையில் அதை சொல்ல போகிறேன். ദൈവസന്നിധിയിൽ പട്ടുപോയി. நோவா தேவ சமூகத்தில் விழுந்து போனான். ശ്രദ്ധയോടെ വചനം. கவனமாய் வசனம் கேளுங்க. അപ്പൻ മക്കളുടെ മക്കൾ അപ്പന്റെ നഗ്നത കണ്ടപ്പോൾ ശാപം. ஆமென். பிள்ளைகள் தகப்பனுடைய நிர்வாணத்தை பார்த்தபோது சாபம் பிரவேசித்தது. കാര്യം മനസ്സിലാക്കണം. இனி உள்ள காரியத்தை புரிந்து கொள்ளுங்கள். തലമുറകൾ അങ്ങനെ നിന്നപ്പോൾ நோவாவுடைய தலைமுறை அப்படி நின்றபோது കുടുംബത്തിൽ നിന്ന് സ്വർഗ്ഗം ഒരുത്തനെ നോക്കി. சேத்துலினுடைய குடும்பத்திலிருந்து கர்த்தர் ஒருவனை பார்த்தார். മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന നഗരം, ஈராக்கில் மெசொப்பொத்தாமியா என்று சொல்லக்கூடிய நகரத்தில் വിജ്ഞാന ചരിത്രം മുഴുവൻ നോട്ട് ചെയ്യാം. வசனத்தில் விஞ்ஞான சரித்திரங்கள் எல்லாவற்றையும் கற்றுக்கொள்ளலாம். മെസൊപ്പൊട്ടേമിയ കൽദയ പട്ടണമായ ഊരിൽ ഉരിയാടാത്ത ദൈവങ്ങൾ. ஆமென். கல்தேயர் பட்டணத்துல ஊர் என்று சொல்லக்கூடிய இடத்துல உள்ள தெய்வங்கள். നദിയുടെ അക്കരെ ഒരുത്തൻ വിഗ്രഹങ്ങളെ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. நதிக்கு அந்த பக்கத்துல ஒருவன் விக்கிரகங்களை உருவாக்கி வைக்கிறான். தகப்பனுடைய பேர் தேராகு, മകന്റെ പേര് അബ്രാം, மகனுடைய பேர் அபிராம். ആ പട്ടണത്തിന് അന്ന് പറയുന്ന ഇബ്രി. ஆமென். அந்த பட்டணத்திற்கு அண்டைய பேர் இப்ரி. അവിടെ നിന്ന് സ്വർഗ്ഗം ഒരുവനെ കണ്ടു. அங்கிருந்து பரலோகம் ஒருவனை கண்டது. അവനെ വിളിച്ചു, அவனை அழைத்தார். വായിക്കുന്നില്ല. ஆமென். வசனங்களை சொல்லுகிறேன், வாசிக்கவில்லை. ഉൽപ്പത്തി 12:2-3. ஆதியாகமம் 12:2-3 வாசிக்கும்போது, ഞാൻ അനുഗ്രഹിക്കും, நான் உன்னை ஆசீர்வதிப்பேன், തലമുറകളെ അനുഗ്രഹിക്കും, உன்னுடைய சந்ததி ஆசீர்வதிப்பேன், നിന്റെ പേർ വലുതാക്കും, உன்னுடைய பேரை பெரிதாக்குவேன், ആകാശത്തിലെ നക്ഷത്രങ്ങളെ, வானத்தின் நட்சத்திரங்களை போலவும், ഭൂമിയിലെ പൊടി, பூமியில தூளை போலவும், കടൽക്കരയിൽ മണൽത്തരി പോലെ, கடற்கரையின் மணல்தனியாகவும் അവനെ അനുഗ്രഹിക്കാന്ന് വാഗ്ദത്തം ചെയ്തു. அவனை ஆசீர்வதிப்பேன் என்று வாக்குத்தத்தம் பண்ணினார். കൊണ്ടുവന്നു. எங்கே கொண்டு வந்தார்? 1498 കിലോമീറ്റർ കനാനിലേക്ക് കൊണ്ടുവന്നു. ഇറാഖ് ഇസ്രായേൽ ദൂരം. ஆமென். ஈராக்கிலிருந்து 1498 தூரம் உள்ள இஸ்ரவேல் கனான் தேசத்துல கொண்டு வந்தார். അബ്രഹാമിന് ഒരു കുടുംബമായി. ஆபிரகாமுக்கு ஒரு குடும்பமானது. സാറാ കിട്ടി. சாராள் கிடைத்தாள். ആ തലമുറയിൽ ഇസഹാക്ക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. அந்த குடும்பத்துல ஈசாக் என்று சொல்லக்கூடிய ஒரு வாலிபன். ആ ഭാഗം ഞാൻ അവിടെ വിടുന്നു. அந்த பகுதி அங்க நான் விடுகிறேன். ഇസഹാക്കിന് 2 മക്കൾ ജനിച്ചു. ஈசாக்குக்கு 2 பிள்ளைகள் பிறந்தார்கள். ഒന്ന് യാക്കോബ്, ஒருவனுடைய பேர் யாக்கோபு, 2 ഏശാവ്. மற்றவனுடைய பேர் ஏசா. ബൈബിൾ ചരിത്രം മുഴുവൻ ഇതിനകത്ത്. அவன் வேத சரித்திரங்கள் முழுவதும் இதற்குள்ள இருக்கிறது. യാക്കോബ് അമ്മയുടെ കൂടെ വീട്ടിൽ ഇങ്ങനെ കൂടാരവാസി. யாக்கோபு தாயோடு கூட எப்போதும் கூடாரத்துல தங்கி இருக்கிற கூடாரவாசி. ഏശാവ് കാട്ടുകഴുതയെ പോലെ, ஏசா காட்டு கழுதையை போல വനവാസി. அவன் காட்டுல வசிக்கிறவன், வேட்டையாடுகிறவன். ആ കാലഘട്ടത്തിൽ എന്ത് സംഭവിച്ചു? அந்த நாட்கள் என்ன நடந்தது? രണ്ട് കാര്യം ചെയ്തു. 2 காரியம் സംഭവിച്ചது. ഒന്നാമത്തെ കാര്യം, முதல் காரியம், അവൻ എന്ത് ചെയ്തു? ഏശാവിന് ചുവന്ന പായസത്തെ കൊടുത്ത് ജ്യേഷ്ഠാവകാശം കൈക്കലാക്കി. നമ്പർ 1. யாக்கோபு ஏசாவுக்கு சிவப்பான கூழை கொடுத்து சேஷ்ட புத்திர பாகத்தை வாங்கி விட்டான். അപ്പൻ പ്രായമായിരിക്കുമ്പോൾ, இரண்டாவது தகப்பன் வயதாகி இருக்கும்போது യാക്കോബ് അടുത്ത ചതി ചെയ്തു. யாக்கோபு அடுத்த ஏமாற்று வேலை செய்தான். ശബ്ദം മാറ്റിയിട്ട് சத்தத்தை மாற்றி തോലിന്റെ ഉടുപ്പ് കൊണ്ട് தோல் உடையை போட்டுக்கொண்டு ജ്യേഷ്ഠാവകാശം சேஷ்ட புத்திர பாகம் കൈക്കലാക്കി. அவன் அதையும் பெற்றுக்கொண்டான். 2 കാര്യം അവൻ അടിച്ചു മാറ്റി. 2 காரியத்தை அவன் திருடி விட்டான். കണ്ണ് മങ്ങി അപ്പനെ പറ്റിച്ചു. அவன் கண் பார்வை இல்லாத தகப்பனை ஏமாற்றி പായസത്തിനകത്ത് തമിഴ്നാട്ടിലെ കണക്ക് എസൻസ് അടിച്ച് ചേട്ടന്റെ ജ്യേഷ്ഠാവകാശവും കൈക്കലാക്കി. அவன் சிவப்பான கூழ்ல எசன்ஸ் எல்லாம் கொடுத்து அண்ணனிடத்துல கொடுத்து அவனுடைய சொத்தையும் வாங்கி விட்டான். അവന്റെ മമ്മി പറഞ്ഞു, ഇവിടെ നിന്റെ കാര്യം തീർന്നെന്ന് அவனுடைய പറഞ്ഞു. அம்மா சொல்லிவிட்டா, நீ இனி இங்க இருந்த முடிந்து போவாய் என்று சொல்லி. ആ സമയത്ത് அந்த நேரத்துல അങ്കിൾ എന്ന് പറയുന്ന ഒരുത്തനുണ്ട്. அவனுக்கு ஒரு மாமனார் உண்டு. ആരാമിയിലെ ലാബാന്റെ വീട്. அராமில லாபானுடைய வீடு. സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. அவங்க அங்கே போய் சேர சொன்னார். യാക്കോബ് എന്ത് ചെയ്തു? யாக்கோபு என்ன செய்தான்? ഒരൊറ്റ കാര്യം ചെയ്തു. ஒரே ஒரு காரியம் செய்தான். അമ്മച്ചി കൊടുത്ത വെള്ളം, அம்மா கொடுத்த தண்ணீர், ഒരു വടിയെടുത്തു, ஒரு கோலை எடுத்து നടക്കാൻ യാത്രയായി. அவன் யாத்திரை பண்ண ஆரம்பித்தான். സ്രായം കൂടി മാത്രം അറിയാവുന്ന യാക്കോബ് சிராயங்குழிக்கு மட்டும் தெரிந்த
இந்த யாக்கோபு നാഗർകോവില് കന്യാകുമാരിയൊക്കെ കഴിഞ്ഞു. நாகர்கோவில் கன்னியாகுமரி எல்லாம் தாண்டி போகிறார். അറിയാമയ്യ തിരുനെൽവേലി പോകുന്ന വഴി ഏതാന്ന്. ஆமென். அவனுக்கு தெரியாது திருநெல்வேலி வழி எங்கே என்று. സന്ധ്യ ആയപ്പോൾ വടി എവിടെ പോയി പാസ്റ്റർ? சாயங்காலான போது கோல் எங்கேயோ போனது. കുടിക്കുന്ന വെള്ളം പോയി. குடிக்கிற தண்ணீர் முடிந்தது. അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇറങ്ങി. அவனுடைய கண்களில் இருந்து கண்ணீர் வர ஆரம்பித்தது. ஆமென். நல்ல பெட் இல்ல. அது ஏசி இல்ல. நல்ல ஏசி கிடையாது. ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഇല്ല. அவனுக்கு எந்த வசதிகளும் அங்க இல்ல. ആരാമനായ ലാബാന്റെ വീട് അറിയത്തില്ല. அராமுல லாபானுடைய வீடு எங்கேன்னு தெரியாது. ആകെ ചേട്ടൻ വരുന്നോന്ന് അറിയത്തില്ല. ஆமென். அவனுடைய அண்ணன் வருகிறானா என்றும் தெரியாது. അന്ന് രാത്രി அன்றைக்கு ராத்திரியிலே കല്ല് തലയണയായി എടുത്തു വെച്ചു. தலையணையாய் ஒரு கல்லை மாத்திரம் வைத்து. വചനം മനസ്സിലാക്കണം. வசனத்தை புரிந்து கொள்ளுங்க. അവന്റെ കണ്ണുനീർ ആ തലയണയ്ക്കകത്ത് വീണപ്പോൾ அவனுடைய കണ്ണീർ അവന്റെ തലയണയിൽ ബ്രദർ സിസ്റ്റർ ഇന്ന് രാത്രി സഹോദരനെ സഹോദരി എല്ലാ വഴികളും അടയും. എല്ലാ വഴികളും അടയും. എല്ലാ വാതിലുകളും അടയും. എല്ലാ വാസലുകളും അടയും. നിന്നെ സഹായിക്കാൻ ആരും കാണത്തില്ല. ഉനക്ക് ഉദവി ചെയ്യ യാരും ഇല്ലാமல் രാത്രി നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങുമ്പോ അന്ന് രാത്രി സ്വർഗത്തിന്റെ കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വരും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്ക് ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. എന്റെ കിരവിൽ ഉന്റെ പടുക്കയിൽ നീ കണ്ണീർ വടിക്கிறாயோ അன்றைக்கு ഉനക്ക് ഉദവി ചെയ്യ പരലോകത്തിലിருந்து ഏണി ഇറങ്ങി വരും. ഇന്ന് രാത്രി 2021 പറയണം. ആമേൻ. 2021 சொல்ல வேண்டும். മാസത്തിൽ പറയണം. இந்த டிசம்பர் மாதத்திலே சொல்லு. പ്രാർത്ഥനാ മുറിക്കകത്ത് കണ്ണുനീർ ഇറങ്ങി വരുമ്പോൾ എൻ ജപം അറയിലെ കണ്ണീർ വടിക്കുമ്പോൾ എനിക്ക് വേണ്ടി ഒരു കോപണി ഇറക്കി തരുവാൻ எனக்காக ஒரு ஏணியை ഇറക്കി തരുപടിയാ. രാത്രി നീ ഭയപ്പെടേണ്ട. സഹോദരി നീ ഭയപ്പെട വേണ്ട. ഇന്ന് രാത്രി നീ പ്രവചിച്ചു നോക്കണ്ട. സഹോദരനെ നീ അതിർന്ന് പാക്കറ വേണ്ട. രാത്രി അവന്റെ നീതിയുടെ വലങ്കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരാം. ഇന്നേക്ക് இரவில் അവരുടെ നീതിயின் വലകരത്താൽ ഉന്നെ ചേർത്ത് പോകും. നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ അവരുടെ ഏണി ഉനക്കായി ഇറങ്ങി വന്നാൽ രാത്രി വിശ്വസിക്കണം. നിന്റെ കെട്ടുകളെ പൊട്ടിക്കുവാൻ ഇന്നേക്ക് இரவில் നീ വിശ്വാസിക്ക വേണ്ട. ഉന്റെ കുഞ്ഞുങ്ങൾ പാടിയതുപോലെ മതിലുകളെ തകർക്കുവാൻ പിള്ളകൾ പാടിയതുപോലെ മതിലുകളെ ഉടയ്ക്കുമ്പടിയായി വാഗ്ദത്തത്തെ ഇല്ലാതാക്കുവാൻ ഉடைய വാഗ്ദത്തങ്ങളെ ഇല്ലാமல் പോക പിശാച് പദ്ധതി വെച്ചാൽ പിശാച് തിട്ടം പോട്ടാൽ ഇന്ന് രാത്രി വെള്ളിയാഴ്ച രാത്രി വിളിച്ചു പറയണം. இந்த വെള്ളിക്കിഴமை இரவில் നീ കൂപ്പിട്ട് ചൊല്ല്. യേശുവിന്റെ കോപണി യേശുവിന്റെ ഏണി എന്റെ ഭവനത്തിനകത്ത് ഇറങ്ങി വരും. എൻ വീട്ടിക്കുള്ള ഇറങ്ങി എന്റെ വരും. ഭാരമുള്ള വിഷയത്തിനകത്ത് ഇറങ്ങി വരും. എൻ ഭാരമുള്ള കാര്യത്തിൽ എന്റെ രോഗത്തിനകത്ത് ഇറങ്ങി വരും. എൻ വ്യാധിയിൽ എന്റെ ഇറങ്ങി വരും. ക്യാൻസറിനകത്ത് ഇറങ്ങി വരും. ക്യാൻസറിൽ ഇറങ്ങി എന്റെ വരും. ട്യൂമറിനകത്ത് ഇറങ്ങി വരും. കട്ടിയിൽ ഇറങ്ങി എന്റെ വരും. വിസയുടെ വിഷയത്തിൽ ഇറങ്ങി വരും. എന്റെ വിസ കാര്യത്തിൽ എന്റെ ഇറങ്ങി ജോലിയുടെ വരും. വിഷയത്തിൽ ഇറങ്ങി വരും. വേലയിൽ ഇറങ്ങി എന്റെ വരും. കുടുംബ ജീവിതത്തിൽ ഇറങ്ങി വരും. കുടുംബ வாழ்க்கைയിൽ ഇറങ്ങി ആണ്ടവൻ വരും. കൃപ ഇന്ന് രാത്രി ഒരു കോപണി ദേവ കൃപയാകിയ ഒരു ഏണി വിശ്വസിക്കുന്നവരിലേക്ക് ഇന്ന് രാത്രി ആ കൃപ വിശ്വാസിക്കുന്നവരിൽ മേൽ அந்த கிருபை இன்றைக்கு ഇന്ന് இரவில் രാത്രി ഇറങ്ങട്ടെ. இன்றைக்கு இரவில் அது ഈ இறங்கட்டும். കൺവെൻഷൻ പ്രാർത്ഥിച്ച് അവസാനിക്കുന്നതിന് മുമ്പ് இந்த கன்வென்ஷனை ஜெபித்து முடிப்பதற்கு ഇന്ന് முன்னால் രാത്രി വിളിച്ചു പറയണ എന്റെ ഭാരമേറിയ വിഷയത്തിനകത്ത് இன்னைக்கு வாய்களை திறந்து சொல்ல ஆரம்பிங்க. என் பாரம் കോപണി യാക്കോബിന് വേണ്ടി ഇറങ്ങിയതുപോലെ என் பாரத்திலே ஒரு ஏணி എന്റെ இறங்கினது போல തലമുറയുടെ വിഷയത്തിൽ என் பிள்ளைகளுடைய காரியத்தில் എന്റെ സുവിശേഷത്തിന്റെ വിഷയത്തിൽ என் சுவிசேஷத்தின் എന്റെ காரியத்தில் ചർച്ചിന്റെ വിഷയത്തിൽ என் சபையின் എന്റെ காரியத்தில் മിനിസ്ട്രിയുടെ വിഷയത്തിൽ என் ஊழியத்திலே അത്ഭുത കോപണി ഇറക്കി തരുവാൻ அற்புதத்தின் ஏணியை இறங்க பண்ண തന്റെ ദൂതന്മാരുമായി அவருடைய தூதர்களோடு கூட ഗിലെയാദ് കൺവെൻഷനിൽ ഗിലെയാദ് കൺവെൻഷൻ യേശു വന്നിട്ടുണ്ട്. യേശു കടന്നു ഇന്ന് വന്നിരിക്കുന്നു. രാത്രി വിളിച്ചു പറ ഗുരു വന്നിട്ടുണ്ട്. വായ്കളെ തുറന്ന് ചൊല്ലുക കർത്തർ വന്നിരിக்கிறார். ഹല്ലേലൂയ. ഇന്ന് രാത്രി കോപണി നിനക്ക് വേണ്ടി ഇറങ്ങി വന്നാൽ இன்னைக்கு அந்த ஏணி உனக்காய் இறங்கி வரும் என்றால் വഴികൾ നിനക്ക് വേണ്ടി തുറന്നു വരും. വഴികൾ ഉനക്കായി திறக்கப்படும். എത്ര പേർക്ക് ഇന്ന് രാത്രി വചനം മനസ്സിലാകുന്നു? எத்தனை பேர் இந்த வசனத்தை புரிந்து ഇന്ന് രാത്രി கொள்கிறீங்க? ആത്മാവിൽ ദൂത് ഏറ്റെടുക്കണം. இன்னைக்கு ആവിയിലെ செய்தியை ஏற்றுக்கொள்ளுங்க. Your eyes unseen, your eyes not seen that location. അഥവാ ஆமென். உன்னுடைய இலக்கு எங்கே என்பதை உன்னுடைய கண்கள் பார்த்ததில்ல. but the presence of the Holy Spirit come that evening. ஆமென். ஆனால் പരിശുദ്ധാവിയുടെ വല്ലമേ அந்த சாயங்காலத்துல വന്നபோது സ്വർഗ്ഗത്തിന്റെ കോപണി ഇറങ്ങിയപ്പോൾ പരലോകത്തിനുடைய ഏണി അങ്ങ് വെളിപ്പെട്ടപ്പോൾ ലാബാന്റെ വീട്ടിലേക്ക് പോകാനുള്ള വഴി തെളിഞ്ഞു. ലാബാന്റെ വീട്ടിലേക്ക് പോகக்கூடிய വഴി അവർക്ക് തെളിവാனது. കരമുയർത്തണം. ആമേൻ. ചെയ്തി புரிந்து கொள்கிறவங்க കരങ്ങളെ ഉയർത്തി കർത്തരെ തുതിக்க வேண்டும். വീട്ടിനകത്ത് ഒരു കോപണി ഇറങ്ങി വന്നാൽ என்னுடைய வீட்டிற்குள்ள கர்த்தருடைய ஏணி இறங்கி வந்தால் അറിയാത്ത സ്ഥാനങ്ങളിൽ എന്നെ നിർത്തുവാൻ എന്റെ ദൈവത്തിന് കഴിയും. நான் അറിയാத இடங்களில் என்னை நிறுத்த கர்த்தரால முடியும். ഞാൻ പരാജയപ്പെട്ട സ്ഥാനത്ത് എന്നെ കൊണ്ടെത്തിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. நான் தோற்று போன இடத்துல என்னை ஜெயிக்க பண்ண கர்த்தரால முடியும். വചനം ശ്രദ്ധയോടെ கவனமாய் வசனத்தை கேளுங்க. അവൻ ലാബാന്റെ വീട്ടിലെത്തി. அவர் லாபானுடைய வீட்டில சேர்ந்து അവൻ നല്ല മനുഷ്യൻ, நல்ல மனிதன், നല്ല ആടുമാട് തോട്ടങ്ങൾ, நல்ல ആട് മാട് തോട്ടങ്ങളുണ്ട്. യാക്കോബിന് കുറച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തു. யாக்கோபுக்கு கொஞ்சம் காரியங்களை கொடுத்தான். എന്നിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? பின்பு என்ன செய்தான் தெரியுமா? അവനോട് നല്ല കാര്യം പറഞ്ഞു. அவனிடத்துல நல்ல காரியத்தை சொன்னான். ഇങ്ങ 4
പേരിരിക്കുന്നത് പെൺകുട്ടികൾ. இங்க 4 பிள்ளைகள் இருக்கிறார்கள். ലേയ, லேயாள், റാഹേൽ, ராகேல், ബിൽഗാ, பில்காள், സിൽപാ. சில்பாள். 4 പെൺപിള്ളാരെയും കല്യാണം കഴിച്ചു തന്നേക്കാം. 4 പേരെ உனக்கு தருகிறேன். വാലിബൻ ഇത് കേട്ടാ പോരെ? அந்த வாலிபனுக்கு இதை கேட்ட போதாதா? തോട്ടം റെഡിയാക്കും, தோட்டத்தை பண்படுத்துவான், ആടിനെ റെഡിയാക്കും. ஆடுகளை ஒழுங்குபடுத்துவான். യഹൂദന്റെ കല്യാണം 7 വർഷം ആദ്യത്തത്. ஆமென். முதல் திருமணம் யூதன் 7 வருஷம் ആദ്യത്തെ കല്യാണം നടത്തി. முதல் திருமணம் நடந்தது. അത് തിരുമണത്തിക്ക് വിഷയം യഹൂദൻ അറബികളുടെ കല്യാണത്തിന് പെൺകുട്ടികളുടെ മുഖം കാണിക്കത്തില്ല. ஆமென். யூதர்கள் அரபிகள் திருமணத்துல பெண்ணுடைய முகத்தை காண்பிக்க மாட்டார்கள். ആദ്യ കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് രാവിലെ മുഖം മാറ്റി നോക്കിയപ്പോ യാർ താൻ കടക്കയിൽ ഇരിക്കുന്നത്. ஆமென். முதல் நாள் திருமணம் முடித்து அடுத்த நாள் முகத்தை பார்க்கும்போது யார் அவனோடு இருக்கிறது? അപ്പനെ പറ്റിച്ചപ്പോ സ്വർഗത്തിലെ ദൈവം അവന് ശരിക്കിട്ട് കൊടുത്തു. ஆமென். தகப்பனை ஏமாற்றின இவனுக்கு ஆண்டவர் சரியான பதிலடி கொடுத்தார். കാഴ്ച കുറഞ്ഞല്ലേ ഇരിക്കുക. பார்வை கூச்சமுள்ள லேயாள் இருக்கிறார். ആദ്യം കല്യാണം ചെയ്യാന്ന് പറഞ്ഞ റാഖേലിനെ അവന്റെ ഫോട്ടോ അവളുടെ ഫോട്ടോയായിട്ട് വാട്സപ്പ് ഞാൻ അടിച്ചടിച്ച് നടന്നത് ആരാ? നമ്മുടെ യാക്കോബ്. முதல்ல ராகேலுக்கு போட்டோவை வாட்ஸ்அப்ல வைத்து பார்த்து நடந்த யாக்கோபுக்கு സുവിശേഷകരോടും சுவிசேஷங்களோடும் ദൈവമക്കളോടും தேவ பிள்ளைகளோடும் சொல்லுகிறேன். അപ്പനെ പറ്റിച്ചാൽ നിനക്കും പുറേ പറ്റിയും വരും. அப்பாவை ஏமாற்றினால் உனக்கு பின்னாலேயும் ஒரு ஏமாற்றம் வரும். കണ്ണ് മങ്ങി അപ്പച്ചനെ കോട്ട് വിട്ട് കമലഹാസന്റെ മോണോ ആക്ടും അടിച്ച് ജ്യേഷ്ഠാവകാശമൊക്കെ തട്ടിക്കൊണ്ടുപോയപ്പോ പിന്നെ അനുഗ്രഹം തട്ടിക്കൊണ്ടുപോയപ്പോ യാക്കോബ് നിന്നെയും ദൈവം വിടത്തില്ല. அவன் பார்வை இல்லாத அப்பனிடத்துல கோட்டு போட்டு ஏமாற்றின யாக்கோபு உன்னை ஆண்டவர் வெறுமனே விடுவதில்லை. വീണ്ടും ഒരു 7 വർഷം കൂടെ നിന്നു. திரும்ப ஒரு 7 ஆண்டுகள் நின்றார். വർഷം 14. வருஷம் 14. ഇപ്പൊ പാട്ടില്ല, இப்ப பாடல் இல்ல, പ്രാർത്ഥനയില്ല, ஜெபம் இல்ல, കൺവെൻഷൻ കൂട്ടമില്ല, கன்வென்ஷன் இல்ல, സന്ധ്യക്ക് സീരിയൽ, சாயங்காலம் சீரியல், നല്ല കൊക്കക്കോള, நல்ல கொக்கோ கோலா, ചിക്കൻ റോസ്റ്റ്, நல்ல சிக்கன் ரோஸ்ட். കോവണി മറന്നുപോയി, அவன் ஏணியை மறந்து விட்டான். ദർശനം പോയി, தரிசனம் போய்விட்டது. 20 വർഷം കഴിഞ്ഞു. 20 ஆண்டுகள் போய்விட்டது. ഈ ലാബാന്റെ പിള്ളേർ ഇപ്പൊ ചെന്നൈയിൽ നിന്ന് നല്ല കോളേജിൽ നിന്ന് നല്ല ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് നല്ല ഡിഗ്രി ഒക്കെ എടുത്ത് அவன் இப்ப லாபானுடைய பிள்ளைகள் எல்லாம் சென்னையில எல்லாம் போன்ற மாதிரி நல்ல டிகிரி எல்லாம் வாங்கி விட்டு തിരിച്ചു വീട്ടിൽ വന്ന് அவர்கள் ஊருக்கு திரும்பி வந்தாங்க. പെട്ടിയെല്ലാം തുറന്ന് பெட்டி எல்லாம் திறந்தாங்க. ആ സമയത്ത് നോക്കിയപ്പം அந்த நேரம் பார்த்தபோது യാക്കോബ് എന്ന് പറയുന്ന പേര് തന്നെ ഉബായിന്നാ. யாக்கோபு என்று சொல்லக்கூடிய பெயரே எத்தன், ஏமாற்றுகிறவன் என்பது. മാർത്താണ്ഡത്തെ ബിസിനസ് കോംപ്ലക്സ്, மார்த்தாண்டத்துல பிசினஸ் கட்டடம், കന്യാകുമാരിയിലെ ഷോപ്പിംഗ് കോംപ്ലക്സ്, கன்னியாகுமரியில ஒரு ஷாப்பிங் காம்ப்ளெக்ஸ், നാഗർകോവിലെ സൂപ്പർ മാർക്കറ്റ്, நாகர்கோவில்ல ஒரு சூப்பர் மார்க்கெட். ബാങ്കിലെ പൈസ മൊത്തം ആരയില്ല? பேங்க் பணம் எல்லாம் இப்ப யார்கிட்ட இருக்கு? യാക്കോബിന്റെ. யாக்கோபுக்கு அக்கவுண்ட்ல. അപ്പൊ ചെറുപ്പക്കാരിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ കൊച്ചു പിച്ചാത്തി എടുത്ത് അവനെ കാണിച്ചു തുടങ്ങി. அவன் அப்போது லாபானுடைய பிள்ளைகள் சின்ன கத்தி எடுத்து யாக்கோபிடத்தில் இடையிடையே காண்பிப்பார்கள். ഇപ്പൊ അപ്പച്ചനായ ലാബാന്റെ മുഖം കണന്തൽ കുത്തിയോലെ ഇരിക്കുന്നു. இப்போது லாபானுடைய முகம் முன்னால் இருந்தது போல இல்ல. അപ്പൊ യാക്കോബിന് കിട്ടി ഇവിടെ നിന്നാൽ എനിക്ക് ഒരു കുത്ത് കിട്ടും. அப்ப யாக்கோபுக்கு புரிந்தது, இனி இங்க நின்னா நமக்கு குத்து கிடைக்கும். അപ്പൻ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയി. அவன் தகப்பன் ஆடுகளுடைய ரோமங்கள் வெட்ட போயிருந்தான். 4 പെൺപിള്ളാരെയും 4 பிள்ளைகள் 11 മക്കളെയും കൂട്ടി 11 பிள்ளைகளையும் கூட்டிக் கொண்டு എവിടെ വന്നു? எங்கே வந்தான்? യാബോക്കിന്റെ കടവിൽ വന്നു. யாக்பேக்கினுடைய நதிக்கரையில வந்தான். ഇസ്രായേലിന്റെ ചരിത്രമാണ് നിങ്ങൾ കേൾക്കുന്നത്. இஸ்ரவேலுடைய சரித்திரத்தை நீங்கள் கேட்டுக்கொண்டிருக்கிறீர்கள். കടവിൽ അന്ന് ഇത്ര ആളൊന്നുമില്ല പാസ്റ്റർ. யாப்பேக்கு கரையில இந்த கூட்டம் ஒண்ணும் கிடையாது. അവിടെ വന്നപ്പോ പിന്നെ ലൂസിലെ കണക്ക് പിന്നെ അവൻ കരയാൻ തുടങ്ങി. ஆமென். அங்க லூஸ்ல இருந்து அழுதது போல யாப்பேக்கு நதியில அழ ஆரம்பித்தான். ആ സമയത്ത് அந்த நேரத்துல ലാബാൻ ഒരു വശത്ത് വരും, லாபான் ஒரு பக்கத்துல வருவான், ഏശാവും വരാൻ സാധ്യതയുണ്ട്. மறுபக்கத்துல ஏசா வர வாய்ப்புண்டு. ഇവൻ കരയാൻ തുടങ്ങിയപ്പോ സ്വർഗ്ഗം ഇടപെട്ടു. இவன் அழ ஆரம்பித்த போது பரலோகம் இடைப்பட்டது. ലാബാനോട് പറഞ്ഞു അവനെ ഒന്നും ചെയ്തേക്കരുത്. லாபானிடத்துல சொன்னது அவனை தொடக்கூடாது. അതുപോലെ ഏശാവിനോട് പറഞ്ഞു ഒന്നും ചെയ്തേക്കരുത്. ஏசாவிடத்துல சொன்னது அவனை ஒன்னும் செய்யக்கூடாது. സായം സന്ധ്യ சாயங்காலம் ஆன போது അന്ന് മനുഷ്യർ കുറവ്. அன்றைக்கு மனிதர்கள் குறைவு. ആ സമയത്ത് ഒരു ദൂതൻ അതിലെ വന്നു. அந்த நேரத்துல ஒரு தூதன் அங்கே வந்தான். യാക്കോബ് അവനെ കേറി പിടിച്ചു. யாக்கோபு அவனை பிடித்து விட்டான். ഉൽപ്പത്തി പുസ്തകം ஆதியாகமம் 27 அதிகாரம் 32 വായിക്കണ്ട. 32 அதை வாசிக்க வேண்டாம். ജെനസിസ് ചാപ്റ്റർ 27 വേഴ്സ് 32. ஆதியாகமம் 27 32வது வசனம். അവിടെ ഒരു മൽപ്പിടുത്തം നടന്നു. அங்கே ஒரு மல்யுத்தம் நடந்தது. എന്നിട്ട് യാക്കോബ് ദൂതനോട് പറഞ്ഞു, നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ அன்றைக்கு யாக்கோபு தூதனிடத்தில் சொல்கிறார், நீர் என்னை ஆசீர்வதித்தால் ஒழிய ഞാൻ നിന്നെ വിടത്തില്ല. நான் உம்மை போக விடேன். അന്ന് അവിടെ ദൂതൻ അവനെ അനുഗ്രഹിച്ചു. அன்றைக்கு தூதன் அவனை ஆசீர்வதித்தான். അപ്പനിട്ട പേര് യാക്കോബ്. அப்பா போட்ட பேர் யாக்கோபு. ദൂതൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗം ഒരു പേരിട്ടു. അവന്റെ പേര് ഇസ്രായേൽ. தூதன் அவனை ஆசீர்வதித்து பரலோகம் அவனுக்கு ஒரு பெயரை கொடுத்தது, இஸ்ரவேல். ഒരു വ്യക്തിയിൽ തുടങ്ങി ஒரு ஆளில் ஆரம்பித்து മദ്രാസ് ചെന്നൈയായി.
ആമേൻ മദ്രാസ് ചെന്നൈ ആനതുപോലെ തിരുവനന്തപുരമായി, ട്രിവാൻഡ്രം തിരുവനന്തപുരം ആനത്, ബാംഗ്ലൂർ ബംഗളൂരുവായി, ബാംഗ്ലൂർ ബംഗളൂരു ആനത്. ഇന്ന് വരെ ഈ പേര് മാറിയിട്ടില്ല, ഇസ്രായേൽ. ஆனால் இன்றைக்கு வரைக்கும் இஸ்ரவேல் என்ற பெயர் மாறவில்லை. കാലത്തിലേക്കാണ് ഞാൻ പോകുന്നത്, கடைசி காலத்துல நான் போகிறேன். അങ്ങനെ அவ்விதமாய் യാക്കോബ് നേരെ ഇവിടെ വന്നു, யாக்கோபு நேரே இங்க வந்தான், വാഗ്ദത്ത കനാനിൽ വന്നു, வாக்குத்தத்த கானானுக்குள்ள ആ வந்தான். വഴിയിൽ அந்த வழியில റാഹേൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു, ராகேல் ஒரு பிள்ளையை பெற்றாள். ആ കുഞ്ഞിന്റെ പേര് ബെനോനി. அந்த பிள்ளையினுடைய பேர் பெனோனி. ബെന്യാമിൻ ഗോത്രം ശൗലിന്റെ, பென்யாமின் கோத்திரம் சவுலினுடையது. 12 ഗോത്രങ്ങൾ, 12 கோத்திரங்கள், 12 പിള്ളകളിൽ 12 பிள்ளைகளிலே വാർദ്ധക്യകാല സന്തതിയാണ് യോസഫ്. அவன் வாக்குத்தத்தத்தின் அவன் சந்ததியாக யோசேப்பு. ഒരു വ്യക്തിയിൽ തുടങ്ങി ഇസ്രായേൽ, அவன் ஒரு நபர்ல ஆரம்பித்த இஸ்ரவேல். ഇന്ന് രാത്രി இன்றைக்கு இரவுல നിങ്ങൾ മനസ്സിലാക്കണം, நீங்கள் புரிந்து கொள்ள வேண்டும். ശേഖേമിൽ ആട് മേയ്ക്കാൻ ചേട്ടന്മാർ പോയി, சீகேமில் ஆடுகளை மேய்க்க அண்ணன்மார் போய்விட்டார்கள். ആ വിവരം അറിയാൻ യോസഫ് പോയി. யோசேப்பு அவர்களை விசாரிக்க கடந்து போனான். യാക്കോബിന് പ്രായം ചെന്നു. யாக்கோபுக்கு வயதாகி விட்டது. ഈ യോസഫിന് ഒരു കുഴപ്പമുണ്ടായിരുന്നു, யோசேப்புக்கு ஒரு சின்ன பிரச்சனை உண்டு. അവൻ ആള് നല്ല മനുഷ്യനാ, அவன் ஆளு நல்ல பையன். പക്ഷെ ചേട്ടന്മാരുടെ നുണയെല്ലാം ചെന്ന് അപ്പനോട് പറയും, ഇതാ കുഴപ്പം. அண்ணன்மார்களுடைய எல்லா காரியத்தையும் அப்பாவிடத்துல போய் சொல்லி கொடுத்து விடுவான். அதான் பிரச்சனை. കാര്യങ്ങളെല്ലാം അപ്പനോട് പറയും. அவன் இல்லாதது எல்லாவற்றையும் சொல்லி விடுவான். അപ്പന്റെ കയ്യിൽ നിന്ന് നിലയങ്കി കിട്ടി, அப்பாவுடைய கையிலிருந்து பலவர்ண அங்கி கிடைத்தது. ശേഖേമിൽ ആട് മേയ്ക്കാൻ പോയ യോസഫ്, சீகேமில் ஆடு மேய்க்க போன அந்த யோசேப்பு, മനസ്സിലാക്കണം, புரிந்து கொள்ளுங்க, അവിടെ പൊട്ടക്കിണറ്റിൽ വീണു. அங்கே அவன் பாழ் கிணற்றில தள்ளப்பட்டான். ചെയ്യാത്ത കുറ്റം അവനൊന്നും ചെയ്തിട്ടില്ല. அவன் ஒரு குற்றமும் செய்யவில்லை. ரெண்டு മിദ്യാന്യ കച്ചവടക്കാരുടെ കയ്യിൽ അടിമച്ചന്തയിൽ, மீதியாருடைய அவன் வியாபாரியுடைய கையில அடிமை சந்தையில, மூன்றாவது ചെയ്യാത്ത കുറ്റത്തിന് പൊത്തിപേറിന്റെ ഭവനത്തിൽ, செய்யாத குற்றத்திற்கு தண்டனையாய் போத்திபாருடைய வீட்டில், நான்காவது കാരാഗ്രഹത്തിൽ, சிறைச்சாலையில. ചേട്ടന്മാർക്കെതിരെ നുണ പറഞ്ഞ യോസഫേ നിനക്കും ഇത് കിട്ടും. அண்ணன்மார்களுக்கு விரோதமா ஏதாவது ஒன்றை செய்தால் யோசேப்பே உனக்கும் இது கிடைக்கும். തെറ്റും അവൻ ചെയ്തിട്ടില്ല. அவன் ஒரு தவறும் செய்யவில்லை. കാരാഗ്രഹത്തിൽ കടന്നപ്പോൾ சிறைச்சாலையில் இருந்தபோது രണ്ട് ദൂതൻ, പിന്നെ പറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് 2 പേര് വന്നു. அங்கே பார்வோனுடைய அரண்மனையில இருந்து 2 பேர் வந்தார்கள். അവരെന്തോ ചെയ്തു? அவர்கள் என்ன செய்தாங்க? ദർശനങ്ങളെ വെളിപ്പെടുത്തി. தரிசனங்கள் அங்கே வெளிப்படுத்தினார். യോസഫാരായി. இப்ப யோசேப்பு யாரு? മിസ്രയീമിന്റെ ഉപപ്രധാനമന്ത്രിയായി. ஆமென். எகிப்து தேசத்தினுடைய அதிபதியாகி விட்டான். രാത്രി, இன்றைக்கு ராத்திரியில ആദിയെങ്കിൽ കൈപ്പെങ്കിലും அவன் ஆதியில கசப்பா இருந்தாலும் അന്ത്യത്തിൽ മധുരമാക്കുന്ന ഒരു ദൈവം, முடிவை இனிமையாய் மாற்றுகிற தேவன். രാത്രി ദൂത് ഏറ്റെടുക്കണം. இன்றைக்கு இந்த செய்தியை நீ ஏற்றுக்கொள்ள வேண்டும். കിണർ കൊണ്ട് നീ അവസാനിക്കത്തില്ല. நீ பாழ் குழியோடு உன்னுடைய வாழ்க்கை முடிவதில்லை. ഓ ഹല്ലേലൂയ. അടിമ ചന്തക്കകത്ത് നിന്നെ മാറി മാറി മാറ്റിയാലും നിന്നോടൊരു പ്രോമിസ് ദൈവം വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടാരത്തിനകത്ത് നിന്നെ കൊണ്ടിരുത്തും. ദൂത് உன்னுடைய அடிமை சந்தையில உன்னை மாறி மாறி போட்டாலும் கர்த்தர் உண்மையில் ஒரு செய்தியை வாக்குத்தத்தத்தை கொடுத்திருந்தால் கர்த்தர் உன்னை உயர்த்துவார். പോത്തിഫേറിന്റെ ഭവനത്തിനകത്ത് ഇല്ലാത്ത കുറ്റത്തിന് അവൻ കാരാഗ്രഹത്തിൽ വീണാലും, போத்திபாருடைய வீட்டில் செய்யாத குற்றத்திற்கு சிறைச்சாலையில் அடைக்கப்பட்டாலும், കാരാഗ്രഹത്തിൽ കടന്ന് നീ അസ്തമിക്കുന്നവനല്ല, சிறைச்சாலையோடு நீ முடிந்து போக வேண்டியவன் அல்ல. രാത്രി നീ കാരാഗ്രഹത്തിൽ ഉപവസിക്കുമ്പോൾ, இன்னைக்கு இரவுல சிறைச்சாலையில் நீ உபவாசிக்கும் போது, കൊട്ടാരത്തിനകത്ത് നീ കാണാതെ കസേര, பார்வோனுடைய அரண்மனையில நீ பார்க்காத നാற்കാലിயை, ഇതിന്റെ പേര് ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ദൂത് മനസ്സിലാകുന്നവർക്കായി இதனுடைய பெயர் தான் கர்த்தர் சொல்லி இருக்கிறது. தரிசனத்திற்கு ஒரு நேரம் வைக்கப்பட்டிருக்கிறது. പട്ടിണി കഞ്ഞി കാരാഗ്രഹത്തിനകത്ത് കുടിക്കുമ്പോൾ യോസഫേ, ആമേൻ, നീ പട്ടിണിയായി കഞ്ചി കുടിക്കുന്നത് പോലെ നിലമൈ ചിറച്ചാലിൽ ഇരുന്നാലും, നീ അറിയാതെ നിനക്ക് വേണ്ടി ഒരു കസേര പറവോന്റെ കൊട്ടാരത്തിനകത്ത് ഒരുക്കുവാൻ സ്വർഗത്തിന് കഴിയുമെങ്കിൽ ഇന്ന് രാത്രി ഗിലെയാദ് കൺവെൻഷനകത്ത് ആത്മാവിൽ പറയണം, ഇന്ന് കാണുന്നത് താൽക്കാലികം, കാണാത്തത് ഒന്നിനു വേണ്ടി പരിശുദ്ധാത്മാവ് എന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന രാത്രിയാ. யோசேப்பே, உனக்கு நீ பார்க்காத ஒரு சேரை, ஒரு பொசிஷனை கர்த்தர் உனக்கு எகிப்திலே ஆயத்தம் பண்ணுவார் என்று சொன்னால் இன்றைக்கு கீலியாத்திலே விசுவாசத்தோடு சொல்ல வேண்டும், கர்த்தர் பெரிய நன்மைகளை வைத்திருக்கிறார். രാത്രി വചനം മനസ്സിലാക്കും മക്കളെ. இன்றைக்கு வசனத்தை புரிந்து கொள்ளுங்கள் தேவ பிள்ளையே. എന്താ സംഭവിച്ചത്? அடுத்து சம்பவித்தது என்ன? യോസഫ് ഇപ്പോൾ ഉപപ്രധാനമന്ത്രിയായി. யோசேப்பு இப்போது அதிபதி ஆகிவிட்டார். ഇസ്രായേലിൽ ക്ഷാമം, இஸ்ரவேலில் பஞ்சம். ചേട്ടന്മാർ ആഹാരം തേടി ചെന്നു. சகோதரர்கள் ஆகாரம் தேடி செல்கிறார்கள். അപ്പൊ ജോസഫ് ഇഷ്ടം പോലെ വാരിയിട്ട് കൊടുത്തു. அப்ப யோசேப்பு அதிகமாய் அவர்களுக்கு கொடுத்தான். ചേട്ടന്മാർക്ക് കാര്യം പിടികിട്ടി. அண்ணன்மார்களுக்கு காரியம் புரிந்தது. അവസാനം എന്തോ ഇത്? கடைசியில் என்னானது? 70 പേർക്കുള്ള വിസ. 70 பேருக்குள்ள விசா. അപ്പന് വേണ്ടി വേറെ രഥം.
ஆமென். தகப்பனுக்காக தனி ரதம். ഇസ്രായേലിൽ നിന്ന് இஸ்ரவேலில் நின்று ഈ 70 കുഞ്ഞുങ്ങളുമായി 70 பிள்ளைகளோடு യാക്കോബിന്റെ കൊച്ചുമക്കൾ யாக்கோபுடைய பிள்ளைகள் பேரப்பிள்ளைகள் മിസ്രയീമിൽ പാർത്തു. எகிப்தில போய் தங்கினார்கள். 400 വർഷം കഴിഞ്ഞപ്പോൾ 400 ஆண்டுகள் தாண்டின போது പാസ്റ്റർ അവർ 30 ലക്ഷത്തിൽ പരം ജനമായി. அவர்கள் 30 லட்சத்துக்கு அதிகமான ஜனமாகி விட்டார்கள். ஒன்றாவது ഒരു മനുഷ്യനിൽ തുടങ്ങി ഇസ്രായേൽ. ஒரு மனிதனில் ஆரம்பித்த இஸ்ரவேல் ഇപ്പൊ എത്ര പേരിലായി? 30 ലക്ഷത്തിലായി. இப்போ 30 லட்சத்துக்கு அதிகமாகி விட்டது. அப்போது പഴയ നിയമത്തിന്റെ பழைய ஏற்பாட்டினுடைய വിമോചകനായ മോശ, அவன் மீட்பனாகிய மோசே കട്ടകളത്തിൽ ഈ ഫറവോന്റെ കൊട്ടാരത്തിനും കട്ടകളത്തിൽ ഊഴിയ വിചാരകൻ பார்வோனுடைய அரண்மனைக்காக அந்த செங்கல் வேலையை செய்கிற வேலையில അപ്പോൾ அந்த நேரத்தில் സ്വർഗം അവർക്ക് വേണ്ടി കൈനീട്ടി. பரலோகம் அவர்களுக்காய் கை நீட்டினது. ഇന്ന് രാത്രി இன்றைக்கு இரவிலே അന്ന് ഒരു ഇസ്രായേലുകാരൻ அன்றைக்கு ஒரு இஸ்ரவேலன் 10 മിസ്രയീമിനെ കൊല്ലും. അത്രയ്ക്ക് ശക്തി അവന്. 10 எகிப்தியனை கொலை செய்யக்கூடிய வல்லமை உண்டவனுக்கு. അത് താൻ പാസ്റ്റർ ഫറവോൻ ഒരു കൽപ്പന കൊടുത്തു. ஆகவே தான் பார்வோன் ஒரு கட்டளை இட்டான். വിജ്ഞാനത്തോടെ കേൾക്കണം. ஆமென். நல்ல விஞ்ஞானத்தோடு கேட்க வேண்டும். അതുകൊണ്ടാ ഫറവോൻ എന്ന കൽപ്പന കൊടുത്ത എബ്രായ കുടിലിൽ ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിൽ എറിഞ്ഞ് കൊല്ലാൻ. ஆகவே தான் பார்வோன் சொன்னது எபிரேயருடைய வீட்டில் பிறக்கக்கூடிய ஆண் பிள்ளைகளை நைல் நதியில் எறிந்து கொல்ல வேண்டும். കുഴപ്പമാവും. ഇവർ കൂടിയ കുഴപ്പമാവും. இவர்கள் அதிகமாகிவிட்டால் பிரச்சனை வந்துவிடும். അപ്പൊ സ്വർഗ്ഗം മോശയെ, அப்போது பரலோக மோசேயை അബ്രഹാമിനോട് 4ാം തലമുറയിൽ ഒരു വിമോചകൻ ജനിക്കും പറഞ്ഞു സ്വർഗ്ഗം. ஆமென். ஆபிரகாமிடத்தில் ஏற்கனவே சொன்னது போல 4வது தலைமுறையில ஒரு மீட்பனை பிறக்க பண்ணுவேன். அவனால் ഇസ്രായേൽ ജനം, இஸ்ரவேல் ஜனம் ആഴമേറിയ, ஆமென், ஆழமான ചെങ്കടൽ കടന്ന് செங்கடலை தாண்டி എവിടെ വരും? எங்கே விடுவாங்க? ഇസ്രായേലിലേക്ക് വരും. இஸ்ரவேல் வருவார்கள். നമ്പർ 1 முதலாவது യാക്കോബിൽ തുടങ്ങി. யாக்கோபில் ஆரம்பித்தது. ഇപ്പൊ 30 ലക്ഷത്തിൽ പരം ജനം. இப்போ 30 லட்சத்துக்கு அதிகமான ஜனம் യോശുവയുടെ കാലേബിന്റെ നേതൃത്വത്തിൽ, யோசுவா காலேப் என்பவருடைய தலைமையில் മുന്തിരിക്കുല തോളിൽ വെച്ച് அவன் தோளிலே திராட்சை குலையை வைத்துவிட்டு ഇസ്രായേൽ ദേശത്തിലേക്ക് എത്തി. இஸ்ரவேல் தேசத்தில் வந்தார்கள். നമ്മുടെ പഠന വിഷയം എന്താ? நாம் கற்றுக்கொண்டிருக்கிறது என்ன? യേശു എപ്പോൾ വരും? இயேசு எப்போது வருவார்? അവരുടെ ഭ്രംശം ലോകത്തിന്റെ നിരപ്പിൽ, the casting of Israel, அவருடைய தள்ளப்படுதல், അതുപോലെ authorization of Israel. அதுபோல் அவருடைய ஒப்புரவாகுதல். First of all we are thinking the name is one person, that means Jacob, named as Israel. ஆமென். முதலாவது நாம் சிந்தித்தது போல ஒரு நபர்ல ஆரம்பித்து யாக்கோபு என்று சொல்லக்கூடிய இஸ்ரவேல். മോശയാൽ ചെങ്കടൽ കടന്നു വന്നപ്പോൾ, மோசேயோடு செங்கடலை தாண்டி அவர்கள் வரும்போது അവർ ഒരു കൂട്ടമായി മാറി. அவர்கள் ஒரு கூட்டமாய் மாறி இருந்தார்கள். ഇസ്രായേലിൽ കാൽ കുത്തിയപ്പോൾ, இஸ்ரவேல்ல கால் வைத்தபோது അവർ ഒരു രാജ്യമായി മാറി. அவர்கள் ஒரு ராஜ்யமாய் மாறிவிட்டார்கள். അങ്ങനെയെങ്കിൽ ഈ ഇസ്രായേലിന്റെ തലപ്പും യേശു ക്രിസ്തുവിന്റെ വരവും, அப்படியானால் இந்த இஸ்ரவேலினுடைய ஆமென் நிலைமையும் இயேசுவினுடைய வருகையும், ഗിലെയാദ് യേശു എപ്പോൾ വരും? கீலேயாத் சபையே இயேசு எப்போது வருவார்? മത്തായി 24:3-4 വായിക്കാം. മാത്യു ചാപ്റ്റർ 24 വേഴ്സ് 3 and 4. മത്തായി 24:3-4 വായിച്ചാട്ടെ. மத்தேயு சுவிசேஷம் 24வது அதிகாரம் அதனுடைய 3-4 வசனங்களை வாசிக்கலாம். ഗുരു അതെപ്പോൾ സംഭവിക്കും? அவன் போதகரே இது எப்போது சம்பவிக்கும்? വായിച്ചാട്ടെ മക്കളെ. അവൻ ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ, യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ പറഞ്ഞു, பின்பு அவர் ஒலிவமலையில் உட்கார்ந்திருக்கையில் சீஷர்கள் அவரிடத்தில் தனித்து வந்து, இவைகள் எப்பொழுது சம்பவிக்கும்? உம்முடைய வருகைக்கும் உலகத்தின் முடிவுக்கும் அடையாளம் என்ன? எங்களுக்கு சொல்ல வேண்டும் என்றார்கள். മതി, കണ്ടോ? യേശു പറഞ്ഞു, இயேசு சொன்னார், ഉലകത്തിൻ മുടിവും உலகத்தின் முடிவும் അങ്ങയുടെ വരവും. ஆமென். இயேசுனுடைய வருகையும் குறித்து മറുപടിയും കൂടെ റോമനിൽ ടച്ച് ചെയ്യാൻ ബൈബിൾ ക്ലിയർ ആയിരിക്കണം. അതിനാണ് ഞാൻ ഇത്രയും വാക്യം വായിക്കുന്നത്. മക്കളെ, മത്തായി 24, 32, 33, 34 വായിക്കാം. മാത്യു ചാപ്റ്റർ 24 അതേ അധ്യായം 32, 33, 34. മത്തായി 24வது அதிகாரம் அதனுடைய 32, 33, 34 വസനങ്ങളെ വാസിக்கலாம். അത്തിമരത്തിനാൽ ഒരു ഓമയെ കற்றுകൊള്ളുங்கள். അത്തിമരത്തിനാൽ ബൈബിള് നല്ലോണം പഠിച്ചോണ്ടേ ഇവിടെ ഇറങ്ങാവും. നിങ്ങളെല്ലാം ഞാൻ സ്റ്റേജിൽ കയറ്റാൻ പോവാ. മത്തായി 24 അത്തിയെ നോക്കി ഒരു ബമ പഠിപ്പീൻ. അടുത്തത് അതിലെ ഇളങ്കിളை തോன்றി, അതാ ഇന്നത്തെ പ്രകാശ സോഫ്റ്റ്വെയർ. നിങ്ങൾ നാളെ അതൊക്കെ കേൾക്കാം. അടുത്തത് തുളിർ വിടുம்போது, തുള്ളി വിടുമ്പോൾ വസന്തകാലം സമീപമാயிற்று என்று அறிவீர்கள். ഒരു വേനൽക്കാലം വന്നിരിക്കുന്നത് പാസ്റ്റർ. ஆமென். ஒரு வசந்த காலம் வந்திருக்கிறது என்று அறிந்து கொள்ளுங்கள். അടുത്ത വാക്ക് വായിച്ചാട്ട് മക്കളെ. அடுத்த வசனத்தை வாசிக்கலாம். அப்படியே இவைகளெல்லாம் நீங்கள் காணும்போது, ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. ഇസ്രായേലിനെ പറ്റി തമിഴ്നാട് സൺ TV എല്ലാ ടിവിയിലും പാക്കരുത്. ഇതെല്ലാം നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണും. അടുത്തത് അവൻ സമീപമായി കോവിഡിന്റെ മറവിൽ
ഒരു ഭരണാധികാരി വരാൻ പോകുന്നു പാസ്റ്റർ. ആമേൻ. കോവിഡ്ക്ക് മറവിലെ പിന്നണിയത്തില് ഒരു ആட்சியாளர் വരാൻ പോകുന്നു. അടുത്ത വാക്ക് മോളെ വായിച്ചട്ടെ. இவைகளெல்லாம் சம்பவிக்கும் முன்னே ഇതെല്ലാം നമ്മുടെ കണ്ണുകൊണ്ട് കാണും. അടുത്തത്, இந்த சந்ததி ஒளிந்து போகாதென்று ഇത് ഒഴിഞ്ഞു പോകത്തില്ല, ഈ തലമുറ ഒഴിഞ്ഞു പോകത്തില്ല. അടുത്തത്, மெய்யாகவே உங்களுக்கு சொல்லுகிறேன். അടുത്തത്, வானமும் பூமியும் ஒளிந்து போம், ഈ വാനവും ഭൂമിയൊക്കെ പോവും, ഒഴിഞ്ഞു പോകും, என் வார்த்தைகளோ ஒளிந்து போவதில்லை. സ്വർഗത്തിൽ എന്തേക്ക് സ്ഥിരമായി നിൽക്കുന്ന ദൈവത്തിന്റെ വചനം பரலோகத்துல என்றைக்கும் நிலைத்திருக்கிறதான கர்த்தருடைய வசனம். കരമൊന്ന് ഉയർത്തിയാട്ടെ. സന്തോഷമില്ലല്ലോ? நம்ம யாருக்கும் சந்தோஷம் இல்லாத போல இருக்கிற எல்லாம் கையை தூக்குங்க. ഇസ്രായേൽ എന്തുവെന്ന് പറയാതെ യേശു വരുന്നെന്ന് പറഞ്ഞാൽ പിന്നെ യോഗത്തിന്റെ അവസാനം യേശു വരുന്നെന്ന് പറഞ്ഞിട്ട് എപ്പോ വരുന്നെന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ ശരിയാക്കുക. സ്വോത്രം. இஸ்ரவேல் என்ன என்று தெளிவாய் சொல்லாதபடி இயேசு வருகிறார் என்று சொன்னால் உங்களுக்கு சரியாக புரியாது. யோபேல் சம்பத்சரத்தில் எருசலேம், யோபேல் சம்பத்சர இஸ்ரேலின் தளர்ப்பு. ஆமென். இஸ்ரவேலின் துளிர் விடுதலை குறித்து அந்த அவருடைய யோபேல் ஆண்டிலே உள்ள அவருடைய வளர்ச்சி. ശബത്തുകളുടെ ശബത്ത്, അന്ത്യ നാളുകൾ, ശബത്തുകളുടെ ശബത്ത്. ஆமென். கடைசி நாட்களில் வெளிப்பட போகிற ஓய்வு நாளுக்கெல்லாம் ஓய்வு நாள். അതുകൊണ്ടായി പ്രസംഗിക്കുന്ന അടയാളങ്ങളുടെ അവസാനം, എൻഡ് ടൈംസ് പാസ്റ്റർ. கடைசி நாட்களில் உள்ள அடையாளங்களை குறித்து இஸ்ரவேல் தேசம் ഇന്ന് രാത്രി இன்றைக்கு இரவிலே യേശു പറഞ്ഞു, இயேசு சொன்னார், ഞാനല്ല പാസ്റ്റർ അല്ല, ஆமென், நான் அல்ல, நாங்கள் சொல்லவில்லை, അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, அத்தி மரத்தை பார்த்து ஒரு ஓமையை கற்றுக்கொள்ளுங்கள், അതിന്റെ കൊമ്പിളതായി ഇല തളർക്കും. ஆமென், அதனுடைய அது துளிர் விட்டு இலை விட ஆரம்பிக்கும். എല്ലാ രാജ്യങ്ങളും ഇസ്രായേലിനെ നോക്കുന്നു. எல்லா ராஜ்யங்களும் இப்போது இஸ்ரவேலை கவனிக்கிறார்கள். ലോകത്തിന്റെ கடிகாரம் அவனாയി, உலகத்தின் கடிகாரமாய் அவன் மாறிவிட்டான். സോഫ്റ്റ്വെയർ ഇല്ലാതെ, அவன் இல்லாத சாஃப்ட்வேர் இல்ல, അവൻ ഇല്ലാത്ത കമ്പ്യൂട്ടർ ഇല്ല, அவன் இல்லாத கம்ப்யூட்டர்கள் இல்ல, അവൻ ഇല്ലാത്ത പ്ലെയിൻ ഇല്ല, அவன் இல்லாத விமானங்கள் இல்லை, അവൻ ഇല്ലാത്ത മിസൈൽ ഇല്ല, அவன் இல்லாத மிசைல்கள் இல்ல, അവൻ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല, அவன் இல்லாத எந்த பொருட்களும் இல்ல. അടുത്ത രാത്രിയൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിലാകും ലോകം തീരുമോ എന്ന്. இன்றைக்கு இரவு நாளைக்கெல்லாம் கேட்கும் போது நீங்கள் புரிந்து கொள்ள முடியும் உலகம் முடிய போகிறதா இல்லையா என்று. 3 മരങ്ങളോട് ഇസ്രായേലിനെ ഉപമിച്ചു പാസ്റ്റർ. இஸ்ரவேல் ஜனத்தோடு 3 மரங்களை குறித்து ஓமைப்படுத்தி இருக்கிறார். അത്തി രാഷ്ട്രീയം, ஒன்று அவருடைய அரசியல் அத்திமரம், രാഷ്ട്രീയം, ஆமென், அரசியல். അതാ ഹോശയ്യ 9:10, ഹോശയ്യ 9:10 9:10 വാസിക്കുമ്പോൾ ഞങ്ങളെല്ലാം എഴുതി വെച്ചോണം. നിങ്ങളോട് ഞാൻ ലാസ്റ്റ് ചോദ്യം ചോദിച്ചു ഡോളർ. അടുത്ത പഠിക്കக்கூடிய பிள்ளைகள் எல்லாம் அதை குறிப்பெழுதி வைத்துக் கொள்ளுங்கள். മുന്തിരി 2 திராட்சை செடி, അതെന്താ പറഞ്ഞാൽ അവന്റെ പിന്നെ ആത്മീയം, அது அவனுடைய ஆவிக்குரிய வாழ்க்கை. യോഹന്നാൻ 15:2, யோவான் 15:2 ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയും நான் மெய்யான திராட்சை செடி, നിങ്ങൾ കൊമ്പുകളും. நீங்கள் கொடிகளாயிருக்கிறீர்கள். കായ്ക്കാത്ത കൊമ്പുകളെയൊക്കെ തോട്ടക്കാരൻ തട്ടിക്കളയും. கனி கொடுக்காத கொடிகள் எல்லாம் வெட்டப்படும். 3 ഒലിവ്, 3வது ஒலிவ மரம், സൗന്ദര്യം. ஆமென், அதனுடைய அழகு. 128 സങ്കീർത്തനം, 128வது சங்கீதம். ഏതാണ് പിന്നെ നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈ പോലെ ഇരിക്കും. உன்னுடைய பிள்ளைகள் உன் பந்தியை சுற்றிலும் ஒலிவ மர கன்றுகளை போல இருப்பார்கள். 3 different methods in Israel. 3 விதமான உவமைகளை இஸ்ரவேலை குறித்து சொல்லலாம். அத்தி ராஷ்டிரியம், அவருடைய அரசியல் அத்திமரத்தை ஒப்பிட்டு, முந்திரி ஆத்மீயம், அவருடைய ஆவிக்குரிய விதத்தை திராட்சை செடிக்கு ஒப்பிட்டு, ஒலிவ சௌந்தரியம், அவருடைய அழகை ஒலிவ மரத்திற்கு ஒப்பிட்டு சொல்லலாம். നമ്മുടെ കഥയിലേക്ക് കടക്കാം. இனி நம்முடைய கதைக்கு நேராய் வரலாம். അങ്ങനെ ഈ ഇസ്രായേൽ அவ்விதமாய் இந்த இஸ்ரவேல் മടങ്ങി വരുന്നു, திரும்பி வருகிறது. അവർക്ക് ഇസ്രായേൽ രാഷ്ട്രം ലഭിക്കുന്നു. அவர்களுக்கு அவருடைய ராஜ்யம் திரும்ப கிடைக்கிறது. ഒന്നാമത്തെ രാജാവായ ശൗൽ, முதல் ராஜாவாகிய சவுல், இரண்டாவது പിന്നെ ദാവീദ്, தாவீது ராஜா, மூன்றாவது சாலமோன். സോളമന്റെ കാലശേഷം, சாலமோனுடைய காலத்துக்கு பிறகு ഇസ്രായേൽ രണ്ടായി മാറി. இஸ்ரவேல் இரண்டாய் பிரிக்கப்பட்டது. ஒன்று இஸ்ரவேல் என்றும் இன்னொன்று யூதா என்றும். ആ കാലഘട്ടത്തിലാ, அந்த நாட்கள்ல தான் നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു, நம்முடைய கர்த்தராகிய இயேசு கிறிஸ்து ഭൂമിയിലേക്ക് വരുന്നത്. பூமியில இறங்கி வருகிறது. ശ്രദ്ധയോടെ മനസ്സിലാക്കണം. கவனமாய் புரிந்து கொள்ளுங்க. ലോകത്തിലെ 4 സാമ്രാജ്യങ്ങൾ, உலகத்துல 4 சாம்ராஜ்யங்கள். ബാബേൽ, ஆமென், பாபிலோன் சாம்ராஜ்யம், மேதியா பெர்சியா சாம்ராஜ்யம், ஆமென், கிரேக்க சாம்ராஜ்யம், ரோம சாம்ராஜ்യം. റോമന്റെ കൈസർമാർ ഭരിക്കുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നത്. ரோம சாம்ராஜ்யத்தினுடைய ராயன் ஆண்டு கொண்டிருந்த போதுதான் இயேசு உலகத்துல வெளிப்பட்டது. AD 30 യേശുവിന്റെ കാൽവരിയിലെ ക്രൂശീകരണം, கிறிஸ்துவுக்கு பின்பு 30வது ஆண்டில சிலுவையில் அறையப்படுதல். 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. 5 நீதிமன்றங்கள்ல 7 முறைகள் மாறி மாறி நியாயம் தீர்க்கப்பட்டார். പീലാത്തോസിന്റെ അരമന, ஆமென், பீலாத்துனுடைய அரண்மனை, 2 മുറികൾ, 2 அறைகள். ഒന്ന് യേശു, ஒன்று இயேசு, ബറബാസ് മറ്റേത്. இன்னொன்றிலே பரபாஸ். 2 ശിക്ഷ, 2 தண்டனைகள். യഹൂദന്റെ ശിക്ഷ யூதனுடைய தண்டனை ചാട്ടവാറ് കൊണ്ടടി, ஆமென், சாட்டையினால் அடிக்கப்படுகிறது. റോമന്റെ ശിക്ഷ ரோமுடைய தண்டனை ക്രൂശീകരണം.
சிலுவையில் அறையப்படுதல் ഈ രണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്നു. இந்த ரெண்டு தண்டனைகளையும் பெற்றுக்கொள்கிறார். പീലാത്തോസിന്റെ ഭാര്യ പറഞ്ഞു, பிலாத்துனுடைய மனைவி சொல்லுகிறாள், അവൻ നിൽക്കുന്നവരിൽ യാതൊരു കുറ്റവുമില്ല. அதோ நிற்கிறவரில் எந்த குற்றமும் இல்லை. അപ്പോൾ அந்த நேரத்தில் പീലാത്തോസ് പറഞ്ഞു, എന്തെങ്കിലും അടി കൊടുത്ത് വിട്ടേക്കാം. பிலாத்து நினைத்தான் அடியை கொடுத்து விட்டு விடலாம். സംഭവിച്ചത് എന്ത്? சம்பவித்தது என்ன? യഹൂദൻ വിളിച്ചു പറഞ്ഞു. யூதன் சொன்னான், വായിക്കാം മത്തായി 27. மத்தேயு 27 4 വാക്യം കൂടെ വായിക്കും, ഇന്ന് രാത്രി അവസാനിക്കും. മത്തായി 27 വായിക്കാം. 4 വசനത്തെ കൂടെ വാസിக்க முடியல. 27-25 മാത്യു ചാപ്റ്റർ 27 വേഴ്സ് 25. യൂദൻ വിളിച്ചു പറഞ്ഞു, ആചാട്ടെ. மத்தேயு 27-25 யூதர்கள் விதமாய் கூப்பிட்டு சொன்னார்கள். വായിച്ചേട്ടെ മക്കളെ. அதற்கு ஜனங்கள் எல்லாரும் ജനങ്ങളെല്ലാവരും இவனுடைய இரத்தப்பழி യവന്റെ രക്തം எங்கள் மேலும் ഇസ്രായേലിൻ മേലും எங்கள் பிள்ளைகள் மேலும் இருப்பதாக என்று ഞങ്ങളുടെ சொன்னார்கள். മേലിൽ മാത്രമല്ല ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. எங்கள் மேல் அல்ல, எங்கள் பிள்ளைகள் மேலும் இருக்கட்டும் என்று சொன்னார்கள். One more time. ஒரு முறை கூட சொல்லுகிறேன். മത്തായി 27-25. மத்தேயு 27-25 രണ്ട് കൂടുകൾ നിൽക്കുമ്പോൾ ரெண்டு கூட்டுகள் நிற்கும்போது ക്രൈസ്റ്റിന്റെ നിഴലായി ബറബാസ്, அந்திகிறிஸ்துனுடைய நிழலாய் பரபாசும், ഇപ്പുറത്ത് നിൽക്കുന്നുണ്ട് എന്റെ യേശു. மற்றொரு பக்கத்தில் நம்முடைய 5 இயேசு. കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. 5 നീതിമன்றങ്ങൾ 7 മുறை അവരിൽ വിസാരിക്കപ്പെട്ടു. യാതൊരു കുറ്റവുമില്ല. அவரிடத்தில் எந்த குற்றமும் இல்லை. യഹൂദ പരിശകൾ വിളിച്ചു പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേൽ ഞങ്ങളുടെ തലമുറ മേലും വന്നു ഭവിക്കട്ടെ. யூதனுடைய பரிசேயர்கள் கூப்பிட்டு சொல்லுகிறார்கள், அவருடைய இரத்தப்பழி எங்கள் மேலும் பிள்ளைகள் மேலும் வரட்டும். യേശുവിന്റെ ക്രൂശീകരണം കഴിഞ്ഞു. இயேசுனுடைய சிலுவையில் அறையப்படுகிறது முடிந்தது. ഏദോമിയ ചക്രവർത്തി ഹേരോദാവും പീലാത്തോസും ஆமென். அந்த பிலாத்துவும் ஏரோதும் மாறி விசாரித்தார்கள். മാറിക്കഴിഞ്ഞു. அவர்கள் மாறிவிட்டார்கள். AD 68 മുതൽ கிறிஸ்துவுக்கு பின் 68 முதல் യഹൂദൻ ചിതറാൻ തുടങ്ങി. யூதன் சிதறடிக்கப்பட ஆரம்பித்தான். ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് உலகத்தின் 5 கண்டங்களில் ഒരു കുപ്പിപാത്രം താഴെ വീഴുന്നത് പോലെ, ஒரு குப்பி பாத்திரம் கீழே விழுகிறது போல, എവിടെ തൊട്ട് ആഫ്രിക്കയിലെ നൈജീരിയ മുതൽ ஆமென், ஆப்பிரிக்காவில நைஜீரியா முதல் മട്ടാഞ്ചേരി വരെ, ஆமென், மட்டாஞ்சேரி என்று சொல்லக்கூடிய இடம் வரை, തമിഴ്നാട്ടിൽ വരെ അവർ ചിതറി. தமிழ்நாடு வரைக்கும் அவர்கள் ബൈബിളിനോട് சிதறடிக்கப்பட்டார்கள். മത്സരിച്ചാൽ, வேதத்தோடு ஆமென் எதிரிட்டால், യഹോവയുടെ വചനത്തോട് മറുതലിക്കുന്നവരെ, கர்த்தருடைய வசனத்திற்கு எதிராய் மறுதலிக்கிறவர்களே, നിന്നെ വെട്ടിക്കളയുവാൻ സ്വർഗ്ഗത്തിലെ ദൈവത്തിന് കഴിയും. உன்னை உடைத்து நாசம் பண்ண கர்த்தரால முடியும். അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം കണ്ടില്ലേ? ஆபிரகாமிடத்துல சொன்ன வாக்குத்தத்தம் தெரியுமா? വാഗ്ദത്തം കനാൻ തരും. வாக்குத்தத்தமாகிய നിന്റെ கானானை தருவேன். തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. உன்னுடைய பிள்ளைகளை ஆசீர்வதிப்பேன். ഓ ആകാശത്തിലെ നക്ഷത്രം, வானத்தின் நட்சத்திரங்களை போல, കടൽക്കരയിലെ മണൽത്തരി. கடற்கரை மணலத்தனையாய். എന്നിട്ട് എന്തായിപ്പോ? ஆனால் இப்போ சம்பவித்தது என்ன? ലോകത്തിന്റെ 5 വൻകരകളിൽ உலகத்தின் எல்லா கண்டங்களிலே അവർ ചിതറിപ്പോയി. அவர்கள் ഇതിന്റെ சிதறடிக்கப்பட்டார்கள். പേരാ ശാപം. இதனுடைய பெயர் தான் சாபம். ഊഴിയക്കാരന് സ്വോത്ര കാഴ്ച കൊടുത്തില്ലെങ്കില്, ஊழியக்காரனுக்கு காணிக்கை ദശാംശം கொடுக்காவிட்டாலும், കൊടുത്തില്ലെങ്കില്, தசமபாகம் கொடுக்காவிட்டாலும், കൺവെൻഷന് പൈസ കൊടുത്തില്ലെങ്കില്, கன்வென்ஷனுக்கு நீ பணம் கொடுக்காவிட்டாலும், വചനത്തോട് മറുതലിക്കരുത്. வசனத்துக்கு விரோதமாய் நீ நிற்க கூடாது. സ്വർഗ്ഗത്തോട് മറുതലിച്ചാൽ பரலோகத்தை நீ மறுதலித்தால் നിന്നെ വെട്ടിക്കളയുവാൻ கர்த்தர் உன்னை வெட்டி போட, യഹോവയുടെ ആയുധപ്പുരയ്ക്കകത്ത്, கர்த்தருடைய ஆயுத சாலைக்குள்ள, അതിനകത്ത് വാളുണ്ട്. அதற்குள்ள ஆமென் பட்டயம் உண்டு. ഗിലെയാദേ, ഇന്ന് രാത്രി മനസ്സിലാക്കുക. கீலேயாத் சபையை இன்னைக்கு அதை புரிந்து கொள். ഇന്ന് രാത്രി ശക്തനായ യഹോവ இன்னைக்கு வல்லமை உள்ள தேவன் മറുതലിക്കുന്നവനെ ശിക്ഷിക്കാതെ അവൻ വിടത്തില്ല. மறுதலிக்கிறவர்களை தண்டிக்காமல் விடுவதில்லை. വചനം മനസ്സിലാകുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. வசனத்தை புரிந்து கொள்ளுகிற தேவ பிள்ளைகளுக்காய் கர்த்தரை துதிக்கிறேன்.